ഹലോ ഗൈസ്, അപ്പോൾ ഗുരുവായൂർക്കും ആറ്റുകാൽക്കും പിന്നാലെ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഒരു വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. വേറൊന്നുമല്ല, ഉത്രനാളിലെ നമ്മുടെ സഹസ്ര നീരാഞ്ജനം എന്ന ചടങ്ങ് നടക്കണം കേട്ടോ. സഹസ്ര നീരാഞ്ജന സമർപ്പണമാണ്. ഒരു നാട് മുഴുവൻ എത്തിയിട്ടുണ്ട് ഭഗവാന് നീരാഞ്ജനം സമർപ്പിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ ഫാമിലിയായിട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളൂർക്കര മൊത്തം അവിടെ ഉണ്ട് കേട്ടോ ഭഗവാന് നീരാഞ്ജനം സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയുടെ തിരുനടയിൽ നമ്മുടെ അമ്പലത്തിൽ പിച്ചള ഇങ്ങനെ സ്വർണ്ണ കളറിൽ പിച്ചളയൊക്കെ പാകില്ലേ, എനിക്കത് വിശദമായിട്ട് പറയാനറിയില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാവും. അപ്പോൾ അതൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഭഗവാൻ നല്ല സുന്ദരനായിട്ട് നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നു. നല്ല പ്രസന്നവദനായിട്ട് ഭഗവാനെ കണ്ട് തൊഴാൻ പറ്റി. നമ്മളെല്ലാം ഫാമിലിയായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതേ നീരാഞ്ജനം കത്തിച്ചു. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഞങ്ങളുടെ അവിടുത്തെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ കട്ടപ്പനയിൽ എല്ലാ ശനിയാഴ്ചയും മുടങ്ങാതെ നീരാഞ്ജന താലം പറ്റുന്ന ശനിയാഴ്ചകളിലൊക്കെ മുടങ്ങാണ്ട് തന്നെ കത്തിക്കായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയൊക്കെ വന്നു. അപ്പോൾ എന്തായാലും നന്നായിട്ട് മനസ്സ് നിറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ചു, നീരാഞ്ജനമൊക്കെ കത്തിച്ചു. ഇത് നമ്മുടെ ഗായത്രി കുട്ടിയാണ് കേട്ടോ. ഞാനും ഗായത്രി, ഇവളും ഗായത്രി. അപ്പോൾ ഗായത്രി അവൾ ഫോട്ടോ ആണ്, തന്നെ സെൽഫി എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞ സെൽഫി അല്ല, വീഡിയോ ആണ്, നിന്നെ ഞാൻ യൂട്യൂബിലിട്ട് നറ്റിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ ഓടിയിട്ടോ. നല്ല കുട്ടിയാണ് കേട്ടോ, ഡോക്ടറാണ്. അപ്പോഴത്തേ നമ്മൾ എല്ലാവരും ഇതേ കത്തിച്ച് വെച്ച് ദീപാരാധന നടക്കുകയാണ് അയ്യപ്പൻ്റെ നടയിൽ. എല്ലാവരും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ സെൽഫി ആൻഡ് വീഡിയോസ് എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ വിശേഷങ്ങൾ നിങ്ങളിലെത്തണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതേ കുഞ്ഞി ഇങ്ങനെ മുടിയൊക്കെ കത്താണ്ട് മാറി നിൽക്കണം, തീയാണ് മുന്നിൽ എന്നൊക്കെ പറയുന്നതൊന്നും കുഞ്ഞിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവർക്കറിയില്ലല്ലോ അപകടം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൊക്കെ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഉപദേശങ്ങൾ തരികയാണ്. അമ്മ അത് ശ്രദ്ധിക്കുന്നില്ല, അമ്മ അതിൻ്റെ അടുത്തല്ലേ എന്നൊക്കെ പറയാണ്. എന്ത് ചെയ്യാൻ, ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യങ്ങളല്ലേ. എന്നിരുന്നാലും നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെന്താ, ഇങ്ങനെ നീണ്ടു നിന്ന ഒരു 3 നിരയിൽ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ നമ്മുടെ നീരാഞ്ജന താലാണ് കേട്ടോ. നല്ല രസമുണ്ട്, കണ്ണിന് നല്ല ശോഭ തരുന്ന കാഴ്ചകൾ എന്ന് പറയില്ല, അതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ താലപ്പൊലി ആയിരുന്നു കേട്ടോ. അവിടെ വന്നിട്ടുള്ള ഒരുപാട് സ്ത്രീജനങ്ങളുണ്ടായിരുന്നു. എല്ലാവരും താലപ്പൊലി എടുത്തു, അതിന് പങ്കാളികളായിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു ഉത്സവകാലത്തിൻ്റെ ആ ഒരു ഇതും ഒക്കെ നമുക്ക് ഭയങ്കര ഭക്തിസാന്ദ്രമായിട്ട് നമുക്ക് മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കുന്ന ആ ഒരു ഫീല് നമ്മുടെ താലപ്പൊലിയിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഉഷസ് ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയോട് ഞാൻ പറഞ്ഞത് യൂട്യൂബിൽ വരും നന്നായിട്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞ് ഞാനെന്നാൽ ചിരിച്ചുകൊണ്ട് നിൽക്കാമെന്നൊക്കെ പറയുകയാണ് ചേച്ചി എന്നോട്. അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. പൂജകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ നീരാഞ്ജനമൊക്കെ കത്തിച്ച് നമ്മൾ താലപ്പൊലിയൊക്കെ എടുത്ത്, താലപ്പൊലി എന്ന് പറഞ്ഞാൽ അമ്പലത്തിന് ചുറ്റും 3 തവണ വലം വയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ചെറിയ അമ്പലമാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ചെറിയൊരു ചടങ്ങാണ്, പക്ഷെ നമുക്കതൊരു വലിയൊരു ആഘോഷമാണ്. അങ്ങനെ 3 പ്രദക്ഷിണമൊക്കെ വെച്ച് ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നമ്മൾ താലപ്പൊലിയൊക്കെ ഭഗവാന്റെ നടയിൽ